നമസ്കാരം, ഞാൻ ഉമേഷ് വിരാമൻ. ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി. ഇപ്പോൾ വരുന്ന ഒരു വാർത്ത. കാസർഗോഡ് ഉപ്പളയിൽ ഒരാൾ വെട്ടേറ്റ് മരിച്ചു. പയ്യന്നൂർ സ്വദേശി സുരേഷാണ് മരിച്ചത്. ഉപ്പള ടൗണിൽ വെച്ചാണ് ആക്രമണം. നിരവധി കേസുകളിൽ പ്രതിയായ സവാദ് എന്നയാളാണ് വെട്ടിയത്. അരുൺ പാറക്കൽ ചേരുന്നുണ്ട് ഇപ്പോൾ കാസർഗോഡ് നിന്ന് വിശദാംശങ്ങളുമായി. അരുൺ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ രാത്രി 10 മണിയോടുകൂടി ഉപ്പള നഗരത്തിലാണ് ഈ ആക്രമണം നടന്നത്. സുരേഷും സവാദും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയായിരുന്നു. ഇതിനിടയിൽ തർക്കം ഉടലെടുത്തു. ആ തർക്കത്തിനൊടുവിലാണ് സവാദ് സുരേഷിനെ വെട്ടിയതെന്നാണ് ദൃക്സാക്ഷികൾ ഉൾപ്പെടെ പറയുന്നത്. ഉടൻ തന്നെ സുരേഷിനെ ഉപ്പളയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. സ്ഥിതി അതീവ ഗുരുതരമായതോടുകൂടി മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. പക്ഷേ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. 45 വയസ്സാണ്. പയ്യന്നൂർ സ്വദേശിയാണ്. ആംബുലൻസ് മോഷണം ഉൾപ്പെടെ നിരവധി കേസുകളിൽ, ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടെ പ്രതിയാണ് സവാദ് എന്ന് പോലീസ് പറയുന്നുണ്ട്. സവാദിനായി തെരച്ചിൽ തുടരുകയാണ്. ഈ സുരേഷ് ഉപ്പളയിൽ നിർമ്മാണ മേസ്തിരിയായി ജോലി ചെയ്യുകയായിരുന്നു. നിർമ്മാണത്തിലിരിക്കുന്ന ഫ്ളാറ്റിന്റെ വാച്ച്മാനായും ജോലി ചെയ്തിരുന്നു. സുരേഷും സവാദും സുഹൃത്തുക്കളായിരുന്നു. ഇതിനു മുൻപും ഈ മദ്യപാനത്തിനിടെ തർക്കങ്ങൾ നടന്നിരുന്നു എന്ന് ദൃക്സാക്ഷികൾ ഉൾപ്പെടെ പറയുന്നുണ്ട്. എന്തായാലും ഇന്നും ഇരുവരും മദ്യപിക്കുകയായിരുന്നു. രാത്രി 10 മണിയോടുകൂടി മദ്യപിക്കുന്നതിനിടയിലാണ് ഈ തർക്കമുണ്ടായത്. ആ തർക്കത്തിനൊടുവിൽ ഈ ആയുധം ഉപയോഗിച്ചുകൊണ്ട് സവാദ് സുരേഷിനെ വെട്ടുകയായിരുന്നു. ഉന്മേഷ്. അരുൺ പാറക്കലാണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ്. ഹമാസിന് മുന്നറിയിപ്പുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ശനിയാഴ്ചയ്ക്കകം ബന്ദികളെ കൈമാറിയില്ലെങ്കിൽ ഗസ ആക്രമിക്കും എന്നാണ് മുന്നറിയിപ്പ്. ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റിന് ശേഷമായിരുന്നു നെതന്യാഹുവിന്റെ പ്രതികരണം. ഗീസ് പീറ്റർ ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗീസ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, കഴിഞ്ഞ ദിവസമാണ് ഈ ബന്ദികളെ വിട്ടയക്കുന്നതിൽ നിന്ന് താൽക്കാലികമായി ഒരു തീരുമാനം, അല്ലെങ്കിൽ ബന്ദികളെ ഉടൻ വിട്ടയക്കില്ല എന്ന് ഹമാസ് തീരുമാനമെടുക്കുന്നത്. ഇക്കാര്യം ഹമാസിന്റെ സൈനിക വക്താവ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിക്കുകയും ചെയ്തു. പിന്നാലെ രൂക്ഷമായ വിമർശനങ്ങൾ ലോകരാജ്യങ്ങളിൽ നിന്നും ഉണ്ടായി. കാരണം ഈ പശ്ചിമേഷ്യ സംഘർഷം അത് ഏതെങ്കിലും വിധത്തിൽ അവസാനിപ്പിക്കുവാൻ വേണ്ടി ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുകയാണ്. അതിനിടയിലാണ് ഹമാസിന്റെ ഇത്തരത്തിലുള്ള നീക്കം. ഹമാസ് പ്രധാനമായും മുന്നോട്ട് വെച്ചത് ഇസ്രായേൽ സൈനിക നടപടിയിൽ നിന്ന് പിന്മാറുന്നു, അല്ലെങ്കിൽ ഇസ്രായേൽ കരാർ ലംഘനം നടത്തുകയാണ്. ഒപ്പം ഹമാസിന് വേണ്ടി വരുന്ന ലോകരാഷ്ട്രങ്ങളുടെ സഹായം അത് ഇസ്രായേൽ സൈന്യം തടയുന്നു. ഈ രണ്ട് ആരോപണങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഹമാസ് ഇത്തരത്തിൽ നിർണായകമായൊരു പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം നടത്തിയത്. താൽക്കാലികമായി ഈ ബന്ദികളെ വിട്ടയക്കുന്നത്, അല്ലെങ്കിൽ ബന്ദികളെ മടക്കി അയക്കുന്നത് അത് നിർത്തിവെക്കുകയാണ് എന്നത് ആ തീരുമാനം വരുന്നത്. ഇതിന് പിന്നാലെ ലോകരാജ്യങ്ങൾ പ്രതികരിക്കുന്നു. ഇന്ന് ഇസ്രായേൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിന് ശേഷമാണ് പ്രധാനമന്ത്രിയായ നെതന്യാഹു തന്നെ ഇത്തരത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. യഥാർത്ഥത്തിൽ അതൊരു മുന്നറിയിപ്പല്ല. പശ്ചിമ ഏഷ്യയിൽ വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുന്നു, അല്ലെങ്കിൽ നീണ്ടകാലം നീണ്ടുന്ന യുദ്ധം അത് വീണ്ടും ഉടലെടുക്കുന്ന ഒരു സാഹചര്യമാണ് നെതന്യാഹുവിന്റെ എക്സ്പോസ്റ്റിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. നെതന്യാഹു പറയുന്നത് ഇത്ര പ്രകാരമാണ്: ശനിയാഴ്ച ഉച്ചയ്ക്ക് മുമ്പായി ബന്ദികളെ പൂർണ്ണമായും വിട്ടയക്കുവാൻ ഹമാസ് തയ്യാറാകണം. അല്ലാത്ത പക്ഷം കടുത്ത സൈനിക നടപടി ഹമാസിന് മേലെ ഉണ്ടാകും. ഗസ മുനമ്പിന് നേരെയും ഗസയ്ക്കകത്ത് കയറിയും ആക്രമിക്കുവാൻ തയ്യാറെടുക്കും എന്നുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹമാസിന്റെ ഈ നിർണായക പ്രഖ്യാപനം അത് രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ നടക്കുമ്പോഴാണ് ഹമാസ് ഇത്തരത്തിൽ പ്രഖ്യാപനം നടത്തുന്നത്. ഉടനെ തന്നെ ഇസ്രായേൽ പ്രതികരിച്ചിരുന്നു. ഇസ്രായേൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഏത് രീതിയിലും സൈനിക നടപടികളെ നേരിടുവാൻ ഹമാസ് തയ്യാറായിക്കോളൂ എന്നൊരു മുന്നറിയിപ്പ് ഇന്നലെ തന്നെ ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ നൽകിയതാണ്. ഇന്ന് സൈനികരുമായും പ്രതിരോധ മന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ കടുത്ത നടപടിയിലേക്ക് ഇസ്രായേൽ കടക്കുന്നത്. യുദ്ധം തന്നെയാണ് ലക്ഷ്യം, അല്ലെങ്കിൽ യുദ്ധമാണ് ഒരു പോംവഴിയെന്ന് ഇസ്രായേൽ തർപ്പിക്കുന്നുണ്ട്. ഉന്മേഷ്. ഗീസ് പീറ്ററാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഈ നൂറ്റാണ്ടിൽ മനുഷ്യരാശിയുടെ ഭാഷ രചിക്കുന്നത് നിർമ്മിത ബുദ്ധിയെന്ന് പ്രധാനമന്ത്രി. AI പക്ഷപാതമാകാതിരിക്കാൻ ജാഗ്രത പാലിക്കണമെന്നും പാരീസിലെ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഹൃദ്യമായ സ്വീകരണമാണ് ലഭിച്ചത്. പാരീസിൽ നടന്ന AI ഉച്ചകോടിയിൽ പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിനൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിച്ചു. പൊതുജനങ്ങളുടെ നന്മയ്ക്കായി ഇന്ത്യ AI ആപ്ലിക്കേഷൻ വികസിപ്പിക്കുകയാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി തുടങ്ങി നിരവധി കാര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലൂടെ ദശലക്ഷക്കണക്കിന് ജീവിതങ്ങളെ പരിവർത്തനം ചെയ്യാൻ AIക്ക് കഴിയുമെന്നും പ്രധാനമന്ത്രി. AI can help transform millions of lives by improving health, education, agriculture,
and so much more. It can help create a world in which the journey to sustainable development goals becomes easier and faster. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഭരണാധികാരികളും സർക്കാർ പ്രതിനിധികളും കമ്പനി സിഇഒമാരും ഉച്ചകോടിയിൽ പങ്കെടുത്തു. പാരീസിൽ പ്രധാനമന്ത്രിയെ ഇന്ത്യൻ സമൂഹം വരവേറ്റു. ഫ്രഞ്ച് പ്രസിഡന്റ് ഒരുക്കിയ അത്താഴ വിരുന്നിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ എലീസെ പാലസിലായിരുന്നു അത്താഴ വിരുന്ന്. മർസലയിലെ പുതിയ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. ഫ്രാൻസിലെ സന്ദർശനം പൂർത്തിയാക്കിയതിനു ശേഷം പ്രധാനമന്ത്രി യുഎസിലേക്ക് തിരിക്കും. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. 24 ഡൽഹി. 12ാമത് ലോക സർക്കാർ ഉച്ചകോടിക്ക് ദുബായിൽ തുടക്കമായി. യുദ്ധത്തിനെതിരെ അണിനിരക്കാൻ ഉച്ചകോടി ആഹ്വാനം ചെയ്തു. ഉച്ചകോടിയുടെ ചരിത്രത്തിൽ ഏറ്റവുമധികം നേതാക്കളുടെ സാന്നിധ്യമാണ് ഇത്തവണത്തെ പ്രത്യേകത. 400-ലേറെ നേതാക്കളും സർക്കാർ മേധാവികളും 80-ലേറെ സർക്കാർ പ്രതിനിധികളും ആഗോള വിദഗ്ധരും ഉൾപ്പെടെ 60,000-ലേറെ ആളുകളുടെ വലിയ പങ്കാളിത്തവുമായാണ് ഇത്തവണത്തെ ലോക സർക്കാർ ഉച്ചകോടിക്ക് തുടക്കമായത്. യുദ്ധവും സംഘർഷങ്ങളും മൂലമുണ്ടായ മരണങ്ങളും നാശനഷ്ടങ്ങളും ചൂണ്ടിക്കാട്ടി യുദ്ധത്തിന് പകരം സമാധാനം സ്വീകരിക്കാൻ ലോക നേതാക്കളോട് ഉച്ചകോടിയുടെ ചെയർമാനും UAE ക്യാബിനറ്റ് മന്ത്രിയുമായ മുഹമ്മദ് അൽ ഗർഗാവി ആഹ്വാനം ചെയ്തു. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ലോകം ആണവ യുദ്ധത്തെ ഭയപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്ന് സൈബർ യുദ്ധത്തെയാണ് ഭയപ്പെടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. 200-ലധികം സെഷനുകളിലായി 21 ആഗോള ഫോറങ്ങളാണ് അജണ്ടയിലുള്ളത്. 30-ലധികം മന്ത്രിതല യോഗങ്ങളും ഉച്ചകോടിയിൽ നടക്കും. 400-ലേറെ മന്ത്രിമാരാണ് ഈ യോഗങ്ങളിൽ സംഗമിക്കുക. രാഷ്ട്ര നേതാക്കൾക്ക് പുറമെ ഇലോൺ മസ്ക്, സുന്ദർ പിച്ചെ എന്നിവരും ലോക സർക്കാർ ഉച്ചകോടി അഭിസംബോധന ചെയ്യും. 24 ദുബായ്. എയർ ടാക്സി സ്റ്റേഷനുകൾ നിർമ്മിക്കാൻ ഒരുങ്ങി അബുദാബി. ടാക്സികൾക്ക് പറന്നിറങ്ങാനും ഉയരാനും വേണ്ടി 3 ഇടങ്ങളിലാണ് വെർട്ടിപോർട്ടുകൾ നിർമ്മിക്കുക. 2026ഓടെയാണ് അബുദാബിയിൽ എയർ ടാക്സികൾ യാഥാർത്ഥ്യമാവുക. ഗതാഗത രംഗത്ത് അതിനൂതന സംവിധാനങ്ങൾ അതിവേഗം യാഥാർത്ഥ്യമാക്കാൻ ഒരുങ്ങുകയാണ് അബുദാബി. 2026ഓടുകൂടി അബുദാബിയുടെ ആകാശങ്ങളിൽ എയർ ടാക്സികൾ പറന്നു തുടങ്ങും. ഇതിന്റെ ഭാഗമായുള്ള വെർട്ടിപോർട്ടുകളുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് അബുദാബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയായ ലോഡും സ്കൈ പോർട്സ് ഇൻഫ്രാസ്ട്രക്ചറും അറിയിച്ചു. 3 വെർട്ടിപോർട്ട് സ്റ്റേഷനുകളാണ് നിർമ്മിക്കുക. അൽബത്തീൻ, യാസ് ഐലൻഡ്, ഖലീഫ പോർട്ട് എന്നിവിടങ്ങളിലാണ് ഇവ വരിക എന്നും അധികൃതർ വ്യക്തമാക്കി. എയർ ടാക്സികൾക്ക് കുത്തനെ പറന്നുയരാനും ഇറങ്ങാനും സൗകര്യമൊരുക്കുന്ന സംവിധാനമാണ് വെർട്ടിപോർട്ടുകൾ. കഴിഞ്ഞ ജനുവരിയിലാണ് ദുബായിൽ നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യ വെർട്ടിപോർട്ടിന് ദുബായ് ഇന്റർനാഷണൽ വെർട്ടിപോർട്ട് എന്ന് പേരിട്ടത്. ദുബായിൽ ഇതുൾപ്പെടെ 4 വെർട്ടിപോർട്ടുകളാണ് നിർമ്മിക്കുന്നത്. 2026 ആദ്യ പാദത്തിൽ ഇവയുടെ പണി പൂർത്തിയാകും. 24 ദുബായ്. സൗദി സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ലുലു സൗദി വാക്കത്തൺ സംഘടിപ്പിക്കുന്നു. ശനിയാഴ്ച രാവിലെ ന്യൂ ഗോബാർ കോർണീഷിൽ നിന്ന് ആരംഭിക്കുന്ന വാക്കത്തണിൽ 12,000-ലധികം പേർ പങ്കെടുക്കുമെന്ന് ലുലു സൗദി മാനേജ്മെന്റ് അറിയിച്ചു. ഹാൻഡിക്രാഫ്റ്റ് അഥവാ ചരിത്രപരമായ കൈത്തൊഴിലുകൾ സംരക്ഷിക്കുക എന്ന ബൃഹത്തായ ആശയം മുന്നോട്ട് വയ്ക്കുന്നതാണ് ഈ വർഷത്തെ വാക്കത്തൺ. സൗദി സ്ഥാപക ദിനാഘോഷങ്ങളുടെ ഭാഗമായി ലുലു സൗദി ഇത് 2ാം തവണയാണ് കിഴക്കൻ പ്രവിശ്യയിലെ പൊതുസമൂഹത്തിനായി വാക്കത്തോൺ മത്സരം സംഘടിപ്പിക്കുന്നത്. ശനിയാഴ്ച രാവിലെ ന്യൂ ഗോബാർ കോർണിഷിൽ നിന്നും ആരംഭിക്കുന്ന 3 കിലോമീറ്റർ ദൈർഘ്യമുള്ള വാക്കത്തോണിൽ ആർക്കും പങ്കാളികളാകാം. ഹാൻഡിക്രാഫ്റ്റ് അഥവാ ചരിത്രപരമായ കൈത്തൊഴിലുകൾ സംരക്ഷിക്കുക എന്ന ബൃഹത്തായ ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ് ഈ വർഷത്തെ വാക്കത്തോൺ. മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യുന്നവർക്കായിരിക്കും വാക്കത്തോണിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ടാവുകയെന്നും 10,000-ലധികം പേർ ഇതിനകം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതായും ലുലു മാനേജ്മെന്റ് അറിയിച്ചു. വാക്കത്തോണിന് പുറമെ അരങ്ങേറുന്ന മനോഹരമായ സീഷോ, അതിശയിപ്പിക്കുന്ന സ്വേപോൾ ഡാൻസ്, പരമ്പരാഗത അറബിക് നൃത്ത കലാരൂപമായ അർദ്ധ, ടൂറിംഗ് ഷോ എന്നിവയെല്ലാം പരിപാടിയുടെ മാറ്റുകൂട്ടും. മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്കായി റാഫിൾ ഡ്രോയും മനോഹരമായ സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് സംഘാടകർ. അൽഖോബാർ മുനിസിപ്പാലിറ്റി, റെഡ് ക്രസന്റ്, പോലീസ് വകുപ്പുകൾ എന്നിവരുമായും കൈകോർത്തുള്ളതാണ് ഈ വർഷത്തെ ലുലു വാക്കത്തോൺ. എന്തായാലും നല്ല നാളേക്കായുള്ള ആരോഗ്യത്തിനോടൊപ്പം തന്നെ കലാ സാംസ്കാരികതയും കൂടെ ചേർത്ത് പിടിക്കുന്ന ഒരു അത്യപൂർവ മുഹൂർത്തത്തിന് കൂടിയാണ് സൗദിയിലെ കിഴക്കൻ പ്രവിശ്യ ലുലു സൗദി വാക്കത്തോണിലൂടെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. സുബൈറുദ്ദീനൂർ, 24 ദമാം.
അലൈനിലെ പുതിയ വാണിജ്യ കേന്ദ്രമായ അലൈൻ കമ്മ്യൂണിറ്റി സെന്ററിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് ആരംഭിക്കുന്നു. ഇതിനായി ലുലു റീറ്റെയിലും അൽ ഫലാജ് ഇൻവെസ്റ്റ്മെന്റും ധാരണയിലെത്തി. അബുദാബിയിൽ നടന്ന ചടങ്ങിൽ ലുലു റീറ്റെയിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സൈഫി രൂപവാലയും അൽ ഫലാജ് ഇൻവെസ്റ്റ്മെന്റ് മാനേജിംഗ് ഡയറക്ടർ ഹംദാൻ അൽ കിദ്ബിയും ലുലു ചെയർമാൻ MA യൂസഫ് അലിയുടെ സാന്നിധ്യത്തിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ലുലു റീറ്റെയിൽ ഗ്ലോബൽ ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി MA, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ സലീം VI, ഗ്രൂപ്പ് ഡയറക്ടറുമായ MA സലീം, മുഹമ്മദ് അൽതാഫ്, ലുലു അലൈൻ റീജിയണൽ ഡയറക്ടർ ഷാജി ജമാലുദ്ദീൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ജന്മനാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രവാസി സമൂഹങ്ങളുടെ സഹകരണം നിർണായകമെന്ന് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡ് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് R. സനൽകുമാർ. ഖത്തറിൽ ഫ്രണ്ട്സ് ഓഫ് തിരുവല്ലയുടെ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു R. സനൽകുമാർ. റോയൽ പാലസ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ജിജി ജോൺ അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി ജോൺ C. എബ്രഹാം, വൈസ് പ്രസിഡന്റ് കുരുവിള ജോർജ്, അനീഷ് ജോർജ് മാത്യു എന്നിവർ പ്രസംഗിച്ചു. തോമസ് കുര്യൻ സ്വാഗതവും സെക്രട്ടറി റജി K. ബേബി നന്ദിയും പറഞ്ഞു. ബഹ്റൈൻ കേരളീയ സമാജം ഓണാട്ടുകര ഫെസ്റ്റ് 2025 സംഘടിപ്പിച്ചു. ഓണാട്ടുകരയുടെ പെരുമ വിളിച്ചോതുന്നായിരുന്നു ഉത്സവം. ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ ബഹ്റൈൻ കുത്തിയോട്ട സമിതിയുമായി സഹകരിച്ച് കേരളീയ സമാജത്തിൽ ഓണാട്ടുകര ഫെസ്റ്റ് 2025 സംഘടിപ്പിച്ചു. കുത്തിയോട്ട പരിശീലകൻ ശിവകുമാർ തിരിതെളിയിച്ച ചടങ്ങിൽ സോപാനം കലാകാരന്മാർ അവതരിപ്പിച്ച സോപാന സംഗീതവും ഘോഷയാത്രയും ശ്രദ്ധേയമായി. തുടർന്ന് നടന്ന ഔദ്യോഗിക പരിപാടിയിൽ ബഹ്റൈൻ കേരളീയ സമാജം സെക്രട്ടറി വർഗീസ് കാരക്കൽ, ആക്ടിംഗ് പ്രസിഡന്റ് ദിലീഷ് കുമാർ, ട്രഷറർ ദേവദാസ് കുന്നത്ത്, കുത്തിയോട്ട സമിതിയുടെ രക്ഷാധികാരിയും ഓണാട്ടുകര ഫെസ്റ്റ് 2025 കോർഡിനേറ്ററുമായ രഘുനാഥൻ നായർ, കൺവീനർ സന്തോഷ് ബാബു, സുനിൽ മാവേലിക്കര എന്നിവർ പങ്കെടുത്തു. കഞ്ഞി, അസ്ത്രം, മുതിര, ഉണ്ണിയപ്പം, കടുമാങ്ങ, അവൽ, പപ്പടം എന്നീ വിഭവങ്ങളാൽ സമൃദ്ധമായ കഞ്ഞി സദ്യയും പരിപാടിയുടെ ഭാഗമായി ഒരുക്കിയിരുന്നു. 2500-ലധികം പേരാണ് ഓണാട്ടുകരയുടെ തനതു രുചിയായ കഞ്ഞി സദ്യ കഴിക്കാൻ എത്തിച്ചേർന്നത്. സമ്പന്നമായ കാർഷിക സംസ്കൃതിയുടെയും ക്ഷേത്ര സംസ്കാരത്തിന്റെയും ക്ഷേത്ര കലകളുടെയും ഉത്സവ പെരുമയുടെയും നാടായ ഓണാട്ടുകരയുടെ പെരുമ വിളിച്ചോതുന്ന തരത്തിലായിരുന്നു ഓണാട്ടുകര ഫെസ്റ്റ് 2025 സംഘടിപ്പിച്ചത്. സോപാനം കലാകാരന്മാർ അവതരിപ്പിച്ച പഞ്ചവാദ്യം, ഓണാട്ടുകര നിവാസികളുടെ നാടൻ കലാരൂപമായ ചെട്ടിക്കുളങ്ങര കുത്തിയോട്ട സമിതി ബഹ്റൈന്റെ 100-ൽ പരം കുത്തിയോട്ട കലാകാരന്മാർ അവതരിപ്പിച്ച അനുഷ്ഠാന കലയായ കുത്തിയോട്ടപ്പാട്ട്, ചുവട് എന്നിവ പരിപാടിക്ക് മാറ്റുകൂട്ടി. 24 ബഹ്റൈൻ. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിന് വൻ തിരിച്ചടി. സൂപ്പർ പേസർ ജസ്പ്രീത് ബുംറ പരിക്കേറ്റ് പുറത്ത്. ഹർഷിത് റാണ പകരക്കാരൻ. യശസ്വി ജയ്സ്വാളിന് പകരം വരുൺ ചക്രവർത്തിയും ടീമിൽ ഇടം നേടി. മനേഷ് മൂർത്തിയുണ്ട് ഇപ്പോൾ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി. എന്തൊക്കെയാണ് വിവരങ്ങൾ മനേഷ്? ഉന്മേഷ്, തീർച്ചയായും ഒരു വലിയ തിരിച്ചടിയാണ് ഇന്ത്യയെ സംബന്ധിച്ച്. കാരണം ബുംറ ഇല്ലാതെ ചാമ്പ്യൻസ് ട്രോഫിക്ക് ഇന്ത്യ ഇറങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കറിയാം, ബോർഡർ ഗവാസ്കർ ട്രോഫിക്കിടെയാണ് അദ്ദേഹത്തിന് പരിക്കേൽക്കുന്നത്. പരിക്ക് ഗുരുതരമുള്ളതാണ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ശാരീരികക്ഷമത തിരിച്ച് എടുത്തിട്ടില്ല. അങ്ങനെയാണ് അത് നേരത്തെ മുതൽ തന്നെ ഈ ബുംറയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. എന്നാലും ഇപ്പോൾ BCCI ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു ബുംറ ഇല്ലാതെയാണ് ഇറങ്ങുന്നത് ചാമ്പ്യൻസ് ട്രോഫിക്ക് ഇന്ത്യ എന്നുള്ളത്. ഹർഷിത് റാണയാണ് പകരക്കാരനായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ-ഇംഗ്ലണ്ട് ഏകദിന മാച്ചുകളിലെല്ലാം തന്നെ വളരെ നല്ല രീതിയിലാണ് അദ്ദേഹം പന്തെറിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം മുഹമ്മദ് സിറാജിനെ നേരത്തെ തന്നെ നോൺ ട്രാവൽ സബ്സ്റ്റിറ്റ്യൂട്ടായി ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ മുഹമ്മദ് സിറാജിനെ തഴഞ്ഞുകൊണ്ടാണ് എന്തായാലും ഇപ്പോൾ ഹർഷിത് റാണയെ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദുബൈയിലെ പിച്ചുകളിൽ, UAE പിച്ചുകളിൽ നമുക്ക് അറിയാൻ പറ്റും നല്ല ടേൺ ലഭിക്കുന്ന പിച്ചാണ്. അതുകൊണ്ട് തന്നെയാണ് വരുൺ ചക്രവർത്തി, അതായത് യശസ്വി ജയ്സ്വാളിന് പകരമായി വരുൺ ചക്രവർത്തിയെ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇംഗ്ലണ്ടിനെതിരായിട്ടുള്ള ഏകദിന പരമ്പര വളരെ മികച്ച രീതിയിലാണ് വരുൺ ചക്രവർത്തി ബോൾ ചെയ്യുന്നത്. നന്നായി ഫ്ലൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ബോൾ ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ ടേൺ ലഭിക്കുന്ന പിച്ചിൽ വലിയ നേട്ടങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റും. വളരെ വേഗത്തിൽ തന്നെ വിക്കറ്റ് എടുക്കാൻ കഴിയും എന്നുള്ളതാണ് അദ്ദേഹത്തെ ടീമിൽ വരുൺ ചക്രവർത്തിയെ കൂടി ടീമിൽ ഉൾപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമായി കരുതുന്നത്. എന്തായാലും ബുംറ, അതായത് ആദ്യ ഓവറുകളിൽ തന്നെ ഏത് സാഹചര്യത്തിലാണെങ്കിലും ഇത്തരം പിച്ചുകളാണെങ്കിലും വലിയ ആദ്യ ഓവറുകളിൽ തന്നെ വിക്കറ്റ് എടുത്തുകൊണ്ട് ഇന്ത്യക്ക് ഒരു മുൻകൈ നൽകുന്ന ഒരു ബൗളർ തന്നെയായിരുന്നു ബുംറ. പക്ഷേ എന്തായാലും അദ്ദേഹം ഇല്ലാതെയാണ് ഇപ്പോൾ ഇന്ത്യൻ ടീം ഇറങ്ങുന്നത് ചാമ്പ്യൻസ് ട്രോഫിയിൽ. ഉന്മേഷ്. മനേഷ് മൂർത്തിയാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പാതിവില തട്ടിപ്പിൽ കേസെടുത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ED കൊച്ചി യൂണിറ്റാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പ്രധാനമന്ത്രിയുടെ ചിത്രം ഉൾപ്പെടെ ദുരുപയോഗം ചെയ്തെന്ന IB റിപ്പോർട്ടിന് പിന്നാലെയാണ് നടപടി. കേരളമാകെ നടന്ന കോടികളുടെ പാതിവില തട്ടിപ്പിൽ സുപ്രധാന നീക്കമാണ് EDയുടെ ഭാഗത്തു നിന്നുണ്ടായത്. തട്ടിപ്പിന് പ്രധാനമന്ത്രിയുടെ ചിത്രമടക്കം ദുരുപയോഗം ചെയ്തെന്ന IB റിപ്പോർട്ടിന് പിന്നാലെ ED കൊച്ചി യൂണിറ്റ് കേസ് രജിസ്റ്റർ ചെയ്തു. സംസ്ഥാന പോലീസിന്റെ അന്വേഷണ പുരോഗതി വിലയിരുത്തിയ ശേഷം
കേസ് ഏറ്റെടുക്കാനായിരുന്നു നേരത്തെയുള്ള തീരുമാനം. തട്ടിപ്പിലൂടെ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്നും അനന്തകൃഷ്ണൻ സ്വന്തമാക്കിയ പണം വിദേശത്തേക്ക് കടത്തിയോ എന്നും ഇ ഡി പരിശോധിക്കും. നിലവിൽ സംസ്ഥാന സർക്കാർ ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറിയിട്ടുണ്ട്. ഇവരിൽ നിന്ന് ഇ ഡി അന്വേഷണ സംഘം വിവരങ്ങൾ തേടും. അനന്തകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരെ കേസിന്റെ ഭാഗമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും. ആരോപണ വിധേയരായ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ ഇ ഡി ചോദ്യം ചെയ്യുമോ എന്നതും കേസിൽ പ്രധാനമാണ്. 24 കൊച്ചി. പാതിവില തട്ടിപ്പ് കേസിൽ പ്രതി അനന്തകൃഷ്ണന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. കേസ് അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ജാമ്യം അനുവദിച്ചാൽ പ്രതി ഒളിവിൽ പോകാൻ സാധ്യതയുണ്ടെന്ന് മൂവാറ്റുപുഴ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നിരീക്ഷിച്ചു. അതേസമയം അനന്തകൃഷ്ണന്റെ അഭിഭാഷക താൻ തന്നെയാണെന്ന് ലാലി വിൻസെന്റ് വ്യക്തമാക്കി. മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് അനന്തകൃഷ്ണന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയത്. പ്രതിക്കെതിരെ പോലീസ് ആരോപിക്കുന്ന കുറ്റം നിലനിൽക്കില്ലെന്നും സിവിൽ കോടതിയിൽ പരിഗണിക്കേണ്ട കേസാണെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. പോലീസ് പറയുന്നത് പോലെ 7 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടില്ലെന്നും പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ നിലനിൽക്കില്ലെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. ഉച്ചയ്ക്ക് ശേഷം കേസ് പരിഗണിച്ചപ്പോൾ ജാമ്യാപേക്ഷ തള്ളുന്നതായി കോടതി വ്യക്തമാക്കി. ജാമ്യം നൽകുന്നത് കേസന്വേഷണത്തെ ബാധിക്കുമെന്നും പരാതിക്കാരെ പ്രതി സ്വാധീനിക്കാൻ ഇടയുണ്ടെന്നും കോടതി ഉത്തരവിൽ പറഞ്ഞു. പ്രതിക്ക് ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുതെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. അതേസമയം അനന്തകൃഷ്ണന്റെ അഭിഭാഷക താൻ തന്നെയാണെന്ന് കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് വ്യക്തമാക്കി. രാഷ്ട്രീയ നേതാക്കൾക്കുൾപ്പെടെ പണം നൽകിയ കാര്യം അനന്തകൃഷ്ണന്റെ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. ഈ ഡയറി അശോക ഫ്ളാറ്റിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്നും ലാലി വിൻസെന്റ് പറഞ്ഞു. പേഴ്സണൽ ഡയറി നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടി വരും. പോലീസിന്റെ കയ്യിലുണ്ട്. അത് റെക്കോർഡഡ് ആണ്, ഓൾറെഡി റെക്കോർഡഡ് ആണ്. അനന്ത് പറഞ്ഞ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല. ഓൾറെഡി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ മേൽക്കോടതിയെ സമീപിക്കാനാണ് പ്രതിഭാഗത്തിന്റെ തീരുമാനം. അതേസമയം തട്ടിപ്പ് പരാതിയിൽ പൊൻകുന്നം പോലീസും ഇന്ന് അനന്തകൃഷ്ണന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ശ്യാംകുമാർ, 24 കൊച്ചി. പാതിവില തട്ടിപ്പ് കേസ് പ്രതി അനന്തകൃഷ്ണൻ ലക്ഷ്യമിട്ടത് കൂടുതൽ വലിയ തട്ടിപ്പുകൾ. ഗാർമെന്റ് ക്ലസ്റ്ററുകൾ, വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് വോളണ്ടിയർ ഗ്രാം എന്നിവരുടെ പണം തട്ടാനായിരുന്നു അനന്തകൃഷ്ണന്റെ പദ്ധതി. CSR ഫണ്ടിന് പകരം തനത് നിലയിൽ പണസമാഹരണവും ലക്ഷ്യമിടുന്നതായി അനന്തകൃഷ്ണൻ വെളിപ്പെടുത്തിയിരുന്നു. അനന്തകൃഷ്ണന്റെ വിശദീകരണ ശബ്ദരേഖ 24 പുറത്തുവിട്ടു. പാതിവില തട്ടിപ്പിൽ പിടിയിലായിരുന്നില്ലെങ്കിൽ അനന്തകൃഷ്ണൻ തട്ടിയെടുക്കാനിരുന്നത് അനേക കോടികൾ. ഗാർമെന്റ് ക്ലസ്റ്ററുകൾ തുടങ്ങുമെന്ന പ്രഖ്യാപനവും ഇയാൾ നടത്തി. അപ്പോൾ വ്യവസായ യൂണിറ്റ് തുടങ്ങുന്നതിന് വേണ്ടി നിക്ഷേപം നടത്താൻ ആഗ്രഹിച്ചവരുടെ കയ്യിൽ നിന്നുള്ള പൈസയാണ് മുടക്കിയിട്ടുള്ളത്. അവരുടെ മുതൽ മുടക്കാണ് യഥാർത്ഥത്തിൽ അത് എൻ്റെ കമ്പനിയെ വിശ്വാസത്തിൽ എന്നെ ഒരു കൺസൾട്ടന്റ് എന്നുള്ള രീതിയിൽ എന്നെ വിശ്വാസം അർപ്പിച്ച് അവർ നൽകിയ പൈസയാണ് ഞാൻ ഇതിനകത്ത് മുടക്കിയിട്ടുള്ളത്. ആ ഇൻഡസ്ട്രിയൽ മെഷീനുകളിൽ അവർക്കിനി തയ്യലിന്റെ പരിശീലനം കൊടുക്കാൻ കഴിയും, തുണിത്തരങ്ങൾ കൊടുക്കാൻ കഴിയും, ക്ലസ്റ്ററുകൾ തുടങ്ങാൻ പോകും. നമ്മൾ 100 ക്ലസ്റ്റർ അനൗൺസ് ചെയ്ത് നടത്താൻ പോകാൻ വേണ്ടിയാണ്. 100 ക്ലസ്റ്ററുകളിലേക്ക് മെറ്റീരിയൽസ് എത്താൻ പോവുകയാണ് അടുത്ത ദിവസം. ഇൻസ്റ്റഗ്രാമിന് ബദലായി വോളണ്ടിയർ ഗ്രാം എന്ന ആപ്പ് പുറത്തിറക്കുന്നതും വളരുന്നതും വിൽക്കുന്നതും ഇയാളുടെ ചിന്തയിലുണ്ടായിരുന്നു. വിദ്യാർത്ഥികളെ തട്ടിപ്പിനിരയാക്കുകയായിരുന്നു ലക്ഷ്യം. നിലവിൽ ഇത്രയും കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുത്തു. ആ കുട്ടികളെ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അവർക്കുള്ള പരിശീലനങ്ങൾ കൊടുക്കുന്നുണ്ട്. അവരൊരു വോളണ്ടിയർ ഗ്രാം എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാമിന് ബദൽ പോലെയുള്ള ഒരു വോളണ്ടിയർ ഗ്രാം ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ കുട്ടികൾ നാളെ അത് ചെയ്യാൻ വരുമ്പം ആ ആപ്പിനുള്ളിലേക്ക് ലക്ഷക്കണക്കിന് കുട്ടികളെ ഇൻട്രസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് വന്ന് യുവാക്കൾ വരുമ്പോൾ അതിന് വാല്യുവേഷൻ നടത്തി ആ വാല്യുവേഷൻ കഴിഞ്ഞിട്ട് ആ ആപ്പിനെ വിൽക്കണമെന്നാണ് നമ്മുടെ കമ്പനി പ്ലാൻ ചെയ്തിട്ടുള്ളത്. സംസ്ഥാനത്തെ ചില രൂപതകൾ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ടെന്ന വാദവും ഇയാൾ നിരത്തി. എന്നെ അതിനകത്ത് ഒരു 60-ലധികം രൂപതകൾ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആ ഓരോ രൂപതയുടെ പേരെടുത്ത് ഇപ്പൊ പറയാൻ വെച്ച് കഴിഞ്ഞാൽ ആ ഓരോ രൂപതയും ചില ക്ലസ്റ്ററുകളിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഓരോ രൂപതകളും എന്നെ സഹായിച്ചവരുണ്ട്, വ്യക്തികളുണ്ട്. ആ വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഏപ്രിലിൽ NGO കോൺഫെഡറേഷൻ യോഗത്തിലായിരുന്നു അനന്തകൃഷ്ണന്റെ വിശദീകരണങ്ങൾ. വാങ്ങിയ പണത്തിന് വാഗ്ദാനം നടപ്പാക്കാതെ വന്നപ്പോൾ പലരും ചോദ്യം ചെയ്തു. കഴിഞ്ഞ ജൂൺ 30-നകം വാഗ്ദാനം നിറവേറ്റുമെന്നും ഇയാൾ യോഗത്തിൽ പ്രഖ്യാപിച്ചു. CSR ഫണ്ട് കിട്ടാതെ വന്നപ്പോൾ തനിക്ക് കൺസൾട്ടൻസി ഫീസ് തരുന്നവരുണ്ടെന്നും ഡീലർ കമ്മീഷൻ കിട്ടുമെന്നും ആ പണം വാഗ്ദാനം നിറവേറ്റാൻ വിനിയോഗിക്കുമെന്നൊക്കെ അനന്തകൃഷ്ണൻ യോഗത്തിൽ അവകാശപ്പെടുന്നുണ്ട്. ബി ദിലീപ് കുമാർ, ന്യൂസ് ഡെസ്ക്, 24. നടപ്പ് സാമ്പത്തിക വർഷത്തെ മദ്യനയത്തിൽ സമഗ്ര പരിഷ്കാരം കൊണ്ടുവരാൻ എക്സൈസ് വകുപ്പ്. മദ്യനയം പിന്തുടർന്നു പോരുന്ന യാഥാസ്ഥിതിക സമീപനം ഉപേക്ഷിക്കാൻ ധാരണ. എലപ്പുള്ളിയിലെ വൻകിട എഥനോൾ പ്ലാന്റ് വിവാദത്തോടുള്ള പ്രതികരണമായാണ് മദ്യനയത്തിൽ സമഗ്ര പരിഷ്കാരം കൊണ്ടുവരാൻ എക്സൈസ് വകുപ്പിന്റെ തീരുമാനം. വിവാദങ്ങൾ കണക്കിലെടുക്കാതെ തീരുമാനങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന സന്ദേശമാകും പുതിയ നയം. ഡിസ്റ്റിലറി തുടങ്ങുന്നതിന് ഇപ്പോൾ തന്നെ അനുമതിയുണ്ട്. ഇതിലടക്കമുള്ള വ്യവസ്ഥകൾ ഉദാരമാക്കുന്നതാണ് പരിഗണനയിലുള്ളത്. യഥാസ്ഥിതിക സമീപനം പിന്തുടരുന്ന മറ്റ് വ്യവസ്ഥകളും ഉദാരമാക്കും. പാർട്ടി ക്ലിയറൻസ് ലഭിച്ചാൽ അടുത്ത മന്ത്രിസഭായോഗത്തിൽ മദ്യനയം അവതരിപ്പിച്ച് പാസാക്കും.
സാമ്പത്തിക വർഷത്തിന്റെ ആദ്യം പുറത്തിറക്കേണ്ട മദ്യനയം വർഷം തുടങ്ങി 11ാം മാസമാണ് പുറത്തിറക്കാൻ പോകുന്നത്. വിവാദമുണ്ടായിട്ടും 2 കമ്പനികൾ ഡിസ്റ്റിലറി തുടങ്ങാൻ താൽപര്യം പ്രകടിപ്പിച്ച് എക്സൈസ് വകുപ്പിനെ സമീപിച്ചിട്ടുണ്ട്. നിയമാനുസൃതമായ അപേക്ഷയുമായി വരാനാണ് കമ്പനികൾക്ക് നൽകിയ നിർദ്ദേശം. ഈ മാസം 21-ന് കൊച്ചിയിൽ നടക്കുന്ന രാജ്യാന്തര നിക്ഷേപക സംഗമത്തിൽ ഈ കമ്പനികൾ നിക്ഷേപ താൽപര്യം പ്രകടിപ്പിക്കാനും സാധ്യതയുണ്ട്. 24 തിരുവനന്തപുരം. ഇവിടെ ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുകയാണ്. ഗുഡ് നൈറ്റ്.